ത്രില്ലറുകളും നാടകീയതയും നിറഞ്ഞതാണ് മഹാരാഷ്ട്ര രാഷ്ട്രീയം. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് ട്വിസ്റ്റുകൾ പതിവാണ്. ഈ പുതുവർഷ പുലരിയിൽ മഹാരാഷ്ട്ര മറ്റൊരു തെരഞ്ഞെടുപ്പ് ഗോതയിൽ നിൽക്കെ സംസ്ഥാനത്തെ ഏറ്റവും ശക്തരായ രണ്ട് രാഷ്ട്രീയ കുടുംബങ്ങളെ വീണ്ടും ഒന്നിപ്പിക്കുകയാണെന്ന നല്ല വാർത്തയുണ്ട്. അതായത് മഹാരാഷ്ട്രയിൽ മഹാസഖ്യം പിറവിയെടുക്കുന്നുവെന്ന്. ഇവിടെ വിയർക്കാൻ പോകുന്നത് BJP നേതൃത്വം നൽകുന്ന NDA തന്നെയാണ്. അതാണ് മഹാരാഷ്ട്രയിൽ കാണാൻ പോകുന്നത്. 2 പതിറ്റാണ്ടോളം നീണ്ട ശത്രുത അവസാനിപ്പിച്ച് ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും ഒന്നിച്ചതിന് പിന്നാലെ ഇപ്പോൾ പവാർ കുടുംബവും ഒന്നിക്കലിന്റെ വഴിയിലാണ്. ജനുവരി 15 നടക്കുന്ന പിംപ്രി ചിഞ്ചുവാഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ തന്റെ നേതൃത്വത്തിലുള്ള NCP ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള വിഭാഗവുമായി സഹകരിക്കുമെന്ന് അജിത് പവാർ ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കൈപ്പേറിയ പിളർപ്പിന് ശേഷം 2 വർഷം കഴിഞ്ഞാണ് ഇത്തരമൊരു സഹകരണത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരു സുപ്രധാന രാഷ്ട്രീയ മാറ്റത്തിലുള്ള സൂചനകൾ കൂടി നൽകിയാണ് അജിത് പവാർ പുതിയ സഖ്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്. NCPയും NCP-SP-യും ഒന്നിച്ചു. ഈ കുടുംബം വീണ്ടും ഒന്നിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് അജിത് പവാർ പറയുകയുണ്ടായി. പാർട്ടി പ്രവർത്തകരോട് പ്രചാരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും റാലികളിൽ വിവാദങ്ങൾ ഒഴിവാക്കാനും അജിത് പവാർ അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. ഇതിനിടെ പൂണെയിലും അജിത് പവാർ സഖ്യം മഹാവികാസ് അഘാഡിയുമായി സഖ്യ ചർച്ചകൾ നടത്തുന്നതായി റിപ്പോർട്ടുകളുണ്ട്. സംസ്ഥാനത്ത് BJP ഉണ്ടാക്കിയെടുക്കുന്ന ആധിപത്യമാണ് താക്കറെ കുടുംബത്തെയും പവാർ കുടുംബത്തെയും ഒന്നിപ്പിച്ചതിന് പ്രധാന കാരണമായി പറയുന്നത്. പിംപ്രി ചിഞ്ചുവാഡ് BJP പ്രാദേശിക പാർട്ടികൾക്ക് ഉയർത്തുന്ന വെല്ലുവിളിക്ക് ഉദാഹരണമാണ്. ഒരിക്കൽ അജിത് പവാറിന്റെ ശക്തി കേന്ദ്രമായിരുന്നു പിംപ്രി ചിഞ്ചുവാഡ്. 2017 BJPയിലേക്ക് ഒതുങ്ങി. 128-ൽ 77 സീറ്റുകൾ BJP നേടി. തന്റെ ശക്തി കേന്ദ്രങ്ങൾ തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തിന് മുന്നിൽ കുടുംബത്തിലെ തർക്കം പോലും മറന്നിരിക്കുകയാണ് അജിത് പവാർ. മഹാരാഷ്ട്ര തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാന രാഷ്ട്രീയ സഖ്യങ്ങൾ വീണ്ടും കലങ്ങിത്തെളിയുമെന്നാണ് പുതിയ നീക്കങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ ആഴ്ച ശിവസേന ഉദ്ധവ് വിഭാഗം മേധാവി ഉദ്ധവ് താക്കറെയും മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന പ്രസിഡന്റ് രാജ് താക്കറെയും മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിൽ തങ്ങളുടെ പാർട്ടികളുടെ സഖ്യം പ്രഖ്യാപിച്ചിരുന്നു. ചുരുക്കത്തിൽ മഹാരാഷ്ട്രയിൽ നിന്നും ശുഭവാർത്തകളുണ്ട്. BJPക്കും NDAക്കും ഉറക്കം നഷ്ടപ്പെടും. എല്ലാ ശത്രുതയും മറന്ന് അവർ ഒന്നിക്കുകയാണ്. ഇപ്പോഴും മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ത്രില്ലറുകൾക്കും നാടകീയതക്കും ഒട്ടും പഞ്ഞമില്ലെന്ന് കാലം വീണ്ടും തെളിയിക്കുകയാണ്.